ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. എന്തെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനൊരു സുഖമായിട്ടിരിക്കുന്നത്, സന്തോഷമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയിൻ മേക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ, അതുപോലെ ഇയറിങ്സ് മേക്ക് ചെയ്യുന്നത്, പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേരത് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഓണമാണ് വരുന്നത്. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളോ ഹെയർ അക്സസറീസിൻ്റെ സാധനങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യട്ടോ. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇന്ന് ഞാനൊരു റിങ്ങും കൂടി കാണിച്ചു തരാം. റിങ് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തേക്കുന്ന ഒരു റിങ്ങാണ്. എനിക്ക് കൂടുതലും ഗോൾഡിൻ്റെ ഇതിടാനാണ് ഇഷ്ടം. ഇപ്പോൾ ഈ ചെയിൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറേ പേര് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് മാല, ഇതും എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നമ്മൾ താലി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു കുഞ്ഞ മാല ഇടാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ കണക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഗോൾഡിൻ്റെ അല്ലാണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ലവിൻ്റെ ചുട്ടിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. ഈ ഒരു ലവിൻ്റെ ചുട്ടിയും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതേപോലെ അടിപൊളിയായിട്ട് അതേപോലെ എനിക്ക് ഇടാൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ റിങ് എന്ന് പറയുന്നത്. ഇതും ഗോൾഡിൻ്റെ മാതിരി തോന്നിക്കുന്ന ഒരു റിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോൺസ് വെച്ചിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ്. വെറും 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു സംഭവമൊക്കെ മേക്ക് ചെയ്യാനായിട്ട്. ഇതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് നമുക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റിങ്ങും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനോടൊപ്പം കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ റിങ്ങും ഇയറിങ്സും മാത്രമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 250 രൂപയുടെ കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയട്ടോ. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മേക്ക് ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ മീൻസ് നിങ്ങൾക്ക് ഇതുപോലെ ഇയറിങ്സ്, റിങ്, 2 ടൈപ്പ് ഇയറിങ്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഹാങ് ചെയ്യുന്ന ടൈപ്പും അല്ലാതെ നമ്മുടെ സ്റ്റഡിൻ്റെ ടൈപ്പും ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ റിങ്ങുകൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് സെയിൽ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതായത് നമ്മളെ ഹെയർ അക്സസറീസ് സെയിൽ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ അക്സസറീസ് ആകുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് മാത്രമാണല്ലോ സെയിൽ ചെയ്യുക. ഇങ്ങനെ ഇയറിങ്സും റിങ്ങും ഒക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്കും കുട്ടികളുടെ അമ്മമാർക്കും ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ റിങ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഓടിപ്പോയിട്ട് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മുടെ OHP ഷീറ്റ് എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. ഇതേപോലെ ഗോൾഡൻ കളറ് ബീഡ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റഡും അല്ലെങ്കിൽ മാലയുടെ ലോക്കറ്റും ഒക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇഷ്ടമുള്ള ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എത്ര ജ്വല്ലറി മേക്കിങ് അറിയാത്ത ആൾക്കാർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമേ ഉള്ളൂ കേട്ടോ ഇത്. കാരണം നമുക്ക് ജസ്റ്റ് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ നൂലും അല്ലെങ്കിൽ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ ഉണ്ട്. കുറച്ച് ടൈം എടുക്കുന്നതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. കാണാനും നല്ല ഭംഗിയുണ്ടാവും. ആർക്ക് വേണമെങ്കിലും ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ കാണാൻ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കുന്ന ഇതേപോലുള്ള റിങ്ങുകൾ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് കേട്ടോ. കുറേ വർക്കുകളും കുറച്ച് കളർഫുള്ളായിട്ട് ഉള്ളതിനെക്കാട്ടി കൂടുതൽ ഗോൾഡിൻ്റെ ആ ഒരു വർക്ക് വരുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ലുക്ക് ഉണ്ടല്ലോ. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇടാൻ പേഴ്സണലി എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ കണക്കത്തതാണ് ഇഷ്ടം. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ട് കുറേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതൊരു A4 സൈസ് ഷീറ്റാണ്. ഒരു ഷീറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ അധികം വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കുറച്ചൊക്കെ വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അടുത്തടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ഇതേമാതിരി ഒട്ടിച്ചെടുക്കാം. ഇത്ര സമയം എടുത്തു. ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തില്ലേ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം റേറ്റിൽ സെയിൽ ചെയ്യാനും പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പായിട്ടോ ഒന്ന് പറയണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മേക്കിംഗ് മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കുട്ടികളായിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.